ജീവിതം ലഹരിയാകണമെങ്കിൽ ബാപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും സ്നേഹവായ്പകൾ പങ്കുവെച്ച് കിട്ടുന്ന കുട്ടിക്കേ മനസ്സിലാവുള്ളൂ. ഉമ്മേനെ കാണുമ്പോൾ ചിരി വരണമെങ്കിൽ ഉമ്മ ഉമ്മയായിരിക്കണം, ബാപ്പനെ കാണുമ്പോൾ ചിരി വരണമെങ്കിൽ ബാപ്പ ബാപ്പയായിരിക്കണം. അതിന് പണി കൊടുക്കണം. പണി എന്ന് പറഞ്ഞാൽ തിന്നും കൊടുക്കലല്ല പണി, നമ്മളോടൊപ്പം ചേർത്ത് ഒരു മനുഷ്യ കുട്ടിയായിട്ട് പോട്ടെ. അങ്ങനെ നിങ്ങളോടൊപ്പം ചേർത്ത് ജീവിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മഹൽ കമ്മിറ്റി നടത്തിയ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിങ്ങളെ വീട്ടിലെ സകല കുട്ടികളെയും ഭാര്യയും ഒക്കെ കൂട്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ഈ 10 വയസ്സിലും 11 വയസ്സിലും ഒക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70 വയസ്സാകുമ്പോൾ 90 വയസ്സാകുമ്പോൾ ഐറ്റുകൾ പോകുമ്പോൾ നിങ്ങളെയും കൂട്ടും, ചോയിൽ വെച്ച് കൂട്ടിക്കൊണ്ടുവരും. കാരണം ചൊട്ടയിൽ നിങ്ങൾ പഠിപ്പിച്ചതാ എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാമെന്ന്. ആ പഠിപ്പോലെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതല്ല, പഠിക്കാൻ വേണ്ടി റൂമിലിട്ട് മൊബൈൽ ഫോണും കൊടുത്ത് ഇരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ 90 വയസ്സിൽ നിങ്ങളെ കഥ കഴിഞ്ഞ് ഐറ്റുകൾ ഒരു റൂമിൽ നിങ്ങളെ ചവിട്ടി കൂട്ടിയിട്ടേക്കും. ആ റൂം ഒന്നുകിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളെ മക്കളെ ചീത്തയാക്കുന്നത്, നിങ്ങളാണ് നിങ്ങളെ മക്കൾക്ക് ലഹരി കൊടുക്കുന്നത്. ബാപ്പയും ഉമ്മയും ലഹരി എല്ലാത്തിടത്തോളം കാലം നമ്മളെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും.